ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചെമ്മീൻ ചുരുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിവിടെ ചെമ്മീൻ ഒലിച്ച് അതിൻ്റെ നടുഭാഗത്തൊരു കറുത്ത നൂല് പോലുള്ള അതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു മസാല വേണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്ക് ആ മസാല ചെമ്മീനിലൊന്ന് പിടിച്ച് വരണം. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അവിടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെമ്മീൻ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്തതാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും ഒന്ന് ചോപ്പ് ചെയ്തതാണ്. ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തേക്കണേന് അത് വെളുത്തുള്ളി ഞാനൊരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ചോപ്പ് ചെയ്തതാണ്. വഴറ്റിയെടുക്കാം നമുക്ക്. ആ ചെമ്മീൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പഴന്നു വന്നോളൂ. അപ്പം മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുമല്ലോ. ഞാനൊരു പച്ചമുളക് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെ മസാലയിൽ ഇട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇത് ഇട്ടുകൊണ്ടിട്ട് മസാല നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് മസാല ഒന്നും വേണമെന്നില്ല. എന്നാലും ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടിരുന്നത് ഇത് ഫ്രൈ ആക്കാനായിട്ട്. നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പച്ചമുളകും കൂടെ ഇട്ടക്കണോണ്ടിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടണം നമ്മുടെ ഫിഷ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. ഇത് സീ ഫുഡ് ആയതുകൊണ്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫിഷ് മസാല ഇട്ടത്. സാധാ ഗരം മസാല ഇടണമെങ്കിൽ അതിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മുടെ ഫിഷ് മസാല ഇട്ടാലേ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണല്ലോ ഇത്. കുട്ടികൾ ഈ ക്യാരറ്റൊന്നും അങ്ങനെ തിന്നാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതൊക്കെ കഴിച്ചോളൂ. ചെറിയ കഷ്ണം എടുത്തോളൂ കേട്ടോ. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ മസാല എല്ലാം ഈ ചെമ്മീറ്റിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഇതിനകത്ത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ആ ചൂടിൽ തന്നെ കിടന്നിട്ടൊന്ന് വെന്തോളൂ. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ ഫിഷ് മസാല ഉപയോഗിച്ചുകൊണ്ടിട്ട് വളരെ ടേസ്റ്റിയാണ് ഈ മസാലക്ക്. നമുക്കിനി തീ ഓഫാക്കാം. ഇതൊന്ന് ചൂടാറിട്ടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പൊടി ഒന്ന് വാട്ടിയെടുക്കുക. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണത്, ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നമുക്കിനി നമ്മുടെ അപ്പപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതൊന്ന് ഇട്ട് കൊടുക്കുക കുറേശ്ശെ. നമ്മളിവിടെ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. വാഴൻ്റെ ഇലയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തേക്കണത്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ, നമുക്ക് കൈ കൊണ്ട് തന്നെ. നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ വെള്ളമൊക്കെ നല്ലതുപോലെ തിളക്കണുണ്ട്. നമുക്കിത് ഓരോന്ന് വെച്ച് കൊടുക്കാം. അടച്ചു വെക്കാം. ഇനി ഒരു 10-20 മിനിറ്റ്, 20 മിനിറ്റും വേണ്ട, 10-15 മിനിറ്റ് മതി. ഇതൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് കുക്കായി വരട്ടെ കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചെമ്മീൻ ചുരുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാലേ നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ചുരുട്ട് റെഡിയാക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.